എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വേറൊന്നുമല്ല, ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ ഒരേപോലെ തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് തലേന്ന് തന്നെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു അര കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു. നികക്ക വെള്ളം ഒഴിച്ചു വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലും അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അടിച്ചാൽ മതിയാകും. തലേന്ന് കുതിർത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ആ സമയം കൊണ്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും ഒരു വലിയ സവോള, ചെറിയ സവോളയാണ് 2 എണ്ണം എടുക്കുക, വലിയതാകുമ്പോൾ ഒരെണ്ണം, 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചട്ടിക്കകത്ത് ഒരു 2.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പം ആദ്യം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പതിയെ ഒരു പച്ചപ്പ് വേണം, ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള സവോളയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോളയും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രീൻ പീസിൻ്റെ കൂടെ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സവോളയ്ക്ക് ചേർക്കാനുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്താൽ മതി. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതിനോടൊപ്പം 2-3 തണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പതിയെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊരു 2-3 ബീൻസും അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീൻസിന് പകരം നമുക്ക് കിഴങ്ങ് ചേർക്കാം. കിഴങ്ങാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് വരിക. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് സവോള വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പച്ചപ്പ് മണം ഒന്ന് മാറി വരുന്നോടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്ത് നമുക്കൊന്നുകിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒരിക്കലും ഈ ഒരു കറിക്കകത്ത് യൂസ് ചെയ്യരുത്. ഒന്നുകിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രീൻ പീസ് വെന്ത വെള്ളം ഉണ്ടല്ലോ ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പീസ് വെന്ത ആ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റൊക്കെ മതിയാകും. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങയും 3/4 ടീസ്പൂൺ പെരുംജീരകവും അരച്ചിട്ട് എടുത്തതാണ്. പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഞാൻ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കണം കേട്ടോ. 3/4 ടീസ്പൂൺ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് അരകല്ലിൽ വെച്ച് അരച്ചുകൊണ്ട് അരപ്പിച്ചിരി ഒരു ഇതായിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ല ഫൈനായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ മിക്സിക്ക് അകത്തിട്ട് കറിക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ അരച്ച് കിട്ടും. ഇവിടെ കറണ്ട് പോയതായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അരകല്ല് അരച്ചാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അത് ചേർക്കാം. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഈ അരപ്പ് ചേർക്കേണ്ടത്. അരപ്പ് ചേർത്ത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗ്രീൻ പീസും കൂടി ചേർത്തിട്ട് വീണ്ടും നമ്മളൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകണതുകൊണ്ട് വർത്താനം പറയുമ്പോൾ ചെറിയൊരു തപ്പൽ വരുന്നുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് നമ്മൾ തിളപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഏകദേശം അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.